ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ഒരു ആഗോള പ്രതിസന്ധിയുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ ഇന്ധന ആവശ്യങ്ങളുടെ ഏതാണ്ട് അഞ്ചിലൊന്ന് കടന്നുപോകുന്ന ഈ ഇടുങ്ങിയ പാതയിൽ അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്താൻ പോകുന്ന ഉപരോധം ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ പോകുന്ന ഒന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് യുദ്ധസമാനമായ ഈ അന്തരീക്ഷം രൂപപ്പെട്ടത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ നീക്കം നിരീക്ഷിക്കുന്ന ഏജൻസികൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം പല എണ്ണക്കപ്പലുകളും തങ്ങളുടെ സഞ്ചാരപഥം മാറ്റുകയോ അല്ലെങ്കിൽ യാത്ര പാതി വഴിയിൽ അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ലോകത്തിലെ ഓരോ സാധാരണക്കാരൻ്റെയും അടുക്കളയെയും വാഹനങ്ങളെയും ബാധിക്കാൻ പോകുന്ന ഒരു വലിയ സാമ്പത്തിക പ്രത്യാഘാതത്തിൻ്റെ തുടക്കമാണ്. ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പ്രതിസന്ധിയുടെ ആഴം നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഈ കടലിടുക്ക് ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് വെറും 21 മൈൽ മാത്രമാണ് വീതിയുള്ളത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, ഇറാഖ്, ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ പുറം ലോകത്തേക്ക് എത്തണമെങ്കിൽ ഈ ഇടുങ്ങിയ വാതിലിലൂടെ കടന്നു പോയേ മതിയാകൂ. ഇതുകൊണ്ട് തന്നെയാണ് ഇതിനെ ലോകത്തിൻ്റെ കഴുത്തിലെ ഞരമ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം വഷളായ പശ്ചാത്തലത്തിൽ ഇറാൻ്റെ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം തടയാൻ അമേരിക്ക തീരുമാനിച്ചത് ഈ മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനമനുസരിച്ച് തിങ്കളാഴ്ച രാവിലെ മുതൽ അമേരിക്കൻ നാവികസേന ഹോർമൂസ് കടലിടുക്കിൽ കർശനമായ ഉപരോധം നടപ്പിലാക്കും. ഇറാൻ്റെ തുറമുഖങ്ങളിലേക്ക് പോകുന്നതും അവിടെ നിന്ന് വരുന്നതുമായ എല്ലാ കപ്പലുകളെയും തടയുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഏത് രാജ്യത്തിൻ്റെ പതാക വെച്ച കപ്പലാണെങ്കിലും ഇറാനുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നത് തടയുമെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇറാൻ ഇതര തുറമുഖങ്ങളായ ദുബായ്, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വാണിജ്യ കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തില്ലെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഒരു യുദ്ധമുഖത്ത് കപ്പലുകൾ ഓടിക്കുക എന്നത് ഇൻഷുറൻസ് കമ്പനികളെയും കപ്പൽ ഉടമകളെയും സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക്കുള്ള കാര്യമാണ്. ഈ സാഹചര്യത്തിൽ സമുദ്രത്തിലെ കപ്പലുകളുടെ നീക്കങ്ങൾ പരിശോധിച്ചാൽ വലിയ മാറ്റങ്ങളാണ് പ്രകടമാകുന്നത്. റോയിറ്റേഴ്സ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം പാകിസ്ഥാൻ പതാകയേന്തിയ ചില വലിയ ടാങ്കറുകൾ ഇപ്പോഴും ഈ മേഖലയിൽ സജീവമാണ്. ഷാലമാർ, ഖൈർപൂർ എന്നീ കപ്പലുകൾ യഥാക്രമം UAE-യിലേക്കും കുവൈറ്റിലേക്കും യാത്ര തുടരുന്നുണ്ട്. എന്നാൽ മറ്റു ചില കപ്പലുകൾ കടുത്ത ജാഗ്രതയിലാണ്. മാൾട്ടയുടെ പതാകയുള്ള അജിയോസ് ഫനോറിയോസ് 1 എന്ന ഭീമൻ എണ്ണക്കപ്പൽ ഹോർമൂസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും സാഹചര്യം മോശമാണെന്ന് കണ്ട് യാത്ര തിരിച്ചുവിട്ടത് ഇതിന് ഉദാഹരണമാണ്. നിലവിൽ ഒമാൻ ഉൾക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഈ കപ്പൽ ഇറാഖിലേക്ക് പോകാനാണ് പദ്ധതിയിടുന്നത്. ഇത്തരം മാറ്റങ്ങൾ ഇന്ധന വിതരണ ശൃംഖലയിൽ കാലതാമസം വരുത്തുകയും അത് സ്വാഭാവികമായും എണ്ണവില വർധനവിന് കാരണമാവുകയും ചെയ്യും. അമേരിക്കയുടെ ഈ നീക്കത്തോടുള്ള ഇറാൻ്റെ പ്രതികരണം അത്യന്തം രൂക്ഷമാണ്. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് നൽകിയ മുന്നറിയിപ്പ് പ്രകാരം ഹോർമൂസ് കടലിടുക്കിലെ ഏതൊരു സൈനിക നീക്കവും നിലവിലുള്ള വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമായി കണക്കാക്കും. അമേരിക്കൻ നാവികസേനയെ തടയാൻ തങ്ങളുടെ കയ്യിലുള്ള എല്ലാ ശക്തിയും ഉപയോഗിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. ഇതിനർത്ഥം സമുദ്രത്തിൽ ഒരു നാവിക യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. 1980കളിൽ നടന്ന ടാങ്കർ യുദ്ധത്തിന് സമാനമായ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടായേക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഇറാൻ തങ്ങളുടെ തീരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള മിസൈലുകളും ഡ്രോണുകളും അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വെച്ചാൽ അത് വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് വഴിമാറും. ഈ പ്രതിസന്ധി ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും എന്നതാണ് വളരെ പ്രധാനമായ കാര്യം. ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ ആവശ്യത്തിനുള്ള എണ്ണയുടെ വലിയൊരു ഭാഗം ഇറക്കുമതി ചെയ്യുന്നത് ഈ കടലിടുക്കിലൂടെയാണ്. ഉപരോധം മൂലം കപ്പലുകൾ വരാൻ മടിക്കുകയോ അല്ലെങ്കിൽ സുരക്ഷാ കാരണങ്ങളാൽ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കുകയോ ചെയ്താൽ അത് പെട്രോൾ, ഡീസൽ വിലയിൽ പ്രതിഫലിക്കും. ഇന്ധനവില വർദ്ധിക്കുന്നത് ചരക്ക് ഗതാഗത ചെലവ് കൂട്ടുകയും അത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ വാഷിംഗ്ടണിലും ടെഹ്റാനിലും എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ ലോകമെമ്പാടുമുള്ള സാധാരണക്കാരുടെ ജീവിതത്തെ ദുസ്സഹമാക്കാൻ പോകുന്നതാണ്. ഈ മേഖലയിലെ മറ്റൊരു പ്രധാന വശം അന്താരാഷ്ട്ര നിയമങ്ങളും കപ്പൽ ഗതാഗതത്തിനുമുള്ള സ്വാതന്ത്ര്യവുമാണ്. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളനുസരിച്ച് സമാധാനപരമായ യാത്രകൾക്ക് എല്ലാ കപ്പലുകൾക്കും അവകാശമുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഉപരോധം ഈ നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ വാദിക്കുന്നു. മറുവശത്ത് ഇറാൻ്റെ നടപടികൾ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഈ നിയമപരമായ തർക്കങ്ങൾക്കുമപ്പുറം കടലിലെ കരുത്ത് തെളിയിക്കാനുള്ള 2 വൻ ശക്തികളുടെ വാശിയാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നയതന്ത്രപരമായ ചർച്ചകൾക്ക് പ്രസക്തി ഏറുകയാണ്.
എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ UN പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾക്ക് എത്രത്തോളം ഇടപെടാൻ കഴിയുമെന്നത് സംശയകരമാണ്. ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യയും UAEയും നിലവിൽ ഒരു തുറന്ന യുദ്ധത്തിന് താൽപ്പര്യപ്പെടുന്നില്ല. എങ്കിലും അമേരിക്കയുടെ സഖ്യകക്ഷികളെന്ന നിലയിൽ അവർക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് വിട്ടുനിൽക്കാനും കഴിയില്ല. ഉപരോധം പ്രാബല്യത്തിൽ വരുന്നതോടെ വരുന്ന ഏതാനും ദിവസങ്ങൾ ലോകത്തിന് നിർണായകമാണ്. കപ്പലുകൾ തിരിച്ചു പോകുന്നത് തുടർന്നാൽ ആഗോള വിപണിയിൽ എണ്ണക്ഷാമം അനുഭവപ്പെടും. ഇതിനകം തന്നെ ലോകത്തെ പ്രമുഖ ഷിപ്പിംഗ് കമ്പനികൾ തങ്ങളുടെ കപ്പലുകളോട് അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പല കപ്പലുകളും സുരക്ഷിതമായ ഇടങ്ങളിൽ നങ്കൂരമിട്ട് സാഹചര്യം നിരീക്ഷിക്കുകയാണ്. ഇത് ആഗോള വിപണിയിൽ വലിയൊരു മുരടിപ്പിന് കാരണമായേക്കാം. ചുരുക്കത്തിൽ ഹോർമൂസ് കടലിടുക്കിലെ പുതിയ സംഭവ വികാസങ്ങൾ ഒരു വലിയ കൊടുങ്കാറ്റിന് മുന്നോടിയായുള്ള ലക്ഷണമാണ്. അമേരിക്കയുടെ കടുംപിടുത്തവും ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണിയും ചേർന്ന് ലോകത്തെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. യുദ്ധമോ ഉപരോധമോ ഒന്നിനും പരിഹാരമാകില്ലെന്നിരിക്കെ സമാധാനപരമായ ചർച്ചകളിലൂടെ മാത്രമേ ഈ കടലിടുക്കിനെ സുരക്ഷിതമായി നിലനിർത്താൻ കഴിയൂ. ലോകരാജ്യങ്ങൾ ഒത്തൊരുമിച്ച് ഇടപെടാത്ത പക്ഷം ഹോർമൂസ് കടലിടുക്ക് ലോകത്തെ വീണ്ടും ഒരു വലിയ മാന്ദ്യത്തിലേക്ക് നയിച്ചേക്കാം. വരും മണിക്കൂറുകളിലെ സൈനിക നീക്കങ്ങൾ ലോകത്തിന്റെ ഇന്ധന ഭാവിയെ എങ്ങനെ മാറ്റിയെഴുതുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.